കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഒരു പീഡന കഥയാണ്. അത് പീഡന കഥ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് പോക്സോ നിയമമൊന്നും നിലവിലില്ലാത്ത ഒരു കാലം, ബാലാവകാശ കമ്മീഷനുകളില്ലാത്ത കാലം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളോ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റുകളോ സജീവമല്ലാത്തൊരു കാലത്ത് കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പീഡനത്തിനിരയാകും. അവൾ 12 വയസ്സിൽ പിതാവിൽ നിന്നാണ് പീഡനം തുടങ്ങുന്നത്. പിന്നെ ഒരു സെക്സ് റാക്കറ്റിൻ്റെ കൈകളിലേക്ക് 10-12 പേർ ആ പെൺകുട്ടിയെ 1-2 വർഷം ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഒടുവിൽ നിയമത്തിന് മുന്നിൽ വരുന്നു. അന്ന് നമുക്കറിയാം, കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പെൺവാണിഭ കേസുകളിലെല്ലാം പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു കാലത്താണ് ഈ 12 പ്രതികളെയും പോലീസ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു. അന്ന് ഈ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് സംരക്ഷണമൊന്നും കിട്ടുന്ന ഒരു കാലമായിരുന്നില്ല. ആ പെൺകുട്ടിയെ പോലീസ് ചേർത്ത് പിടിച്ചു, അവളെ സംരക്ഷിച്ചു. ഒടുവിൽ അവൾ LLB-കാരിയായി സിവിൽ സർവീസിന് അറ്റംപ്റ്റ് ചെയ്തു. ഒരു വലിയ പത്രത്തിൻ്റെ ഇയർ ഓഫ് ഏറ്റവും എന്താണ് അതിന് പറയുക, മാൻ ഓഫ് ദ ഇയറായി ആ പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ ഇന്ന് ആ പെൺകുട്ടി പല സ്ഥലത്തും തൻ്റെ വിലാസം വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അനുഭവം പറയുന്നുണ്ട്. നേർരേഖ എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു ചോദിച്ചാൽ, ആ കേസിലെ 12ാമത്തെ പ്രതിക്കും കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് കോടതി ശിക്ഷ വിധിച്ചു. അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ കേസിൻ്റെ വിചാരണയ്ക്കും പ്രത്യേകതയുണ്ട്. പ്രതികളെല്ലാം റിമാൻഡിൽ കഴിയുമ്പോൾ തന്നെ ആ കേസിൻ്റെ വിചാരണ പൂർത്തിയായി. അതിലൊരു പ്രതി രക്ഷപ്പെടുകയായിരുന്നു. അവനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്നു, വിചാരണ നടത്തി. ഒടുവിൽ അവനെയും ശിക്ഷിച്ചിരിക്കുന്നു. പിതാവിൻ്റെ കാര്യം അതിലേറെ കഷ്ടമാണ്. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ ജയിലിനുള്ളിൽ ജീവനൊടുക്കി. അത്തരമൊരു പീഡന കഥകളിലൂടെ ഇന്ന് പോകുന്നതിൻ്റെ കാരണം, അന്നത്തെ കാലത്തും അത്തരത്തിലുള്ള ഒത്തിരി പീഡനങ്ങൾ നടക്കുകയും അതിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വളരെയേറെ സാഹസപ്പെടുകയും ചെയ്ത 2 പോലീസ് ഉദ്യോഗസ്ഥരും, അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് പോക്സോ കേസുകൾ, നിങ്ങൾ ജില്ലയിലുടനീളം പോക്സോ കോടതികളായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടാവും, പോക്സോ കേസുകളിലൊക്കെ വിധികളൊക്കെ വരുമ്പോൾ 30 വർഷം 50 വർഷം 70 വർഷമൊക്കെ ശിക്ഷ, അന്തം വിട്ടു പോകുന്ന രീതിയിലുള്ള ശിക്ഷകളാണ്. ആ വകുപ്പ് വളരെയേറെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലം കൂടിയാണിത്. ഈ കാലത്ത് ആ 2008 നടന്ന, ഏതാണ്ട് 2008 എന്ന് പറയുമ്പോൾ 15-17 വർഷം മുമ്പ് നടന്ന ആ കേസിൻ്റെ നാൾവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. പ്രേക്ഷകർക്കും വളരെ പ്രധാനപ്പെട്ട 3 പേർ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അന്നത്തെ നമ്മുടെ SP ആയിരുന്ന ശ്രീ ബാലകൃഷ്ണൻ, DYSP ആയിട്ട് വിരമിച്ച ശ്രീ വിശ്വനാഥൻ, നമ്മുടെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡറായിരുന്ന അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീ ബാലകൃഷ്ണൻ തുടങ്ങാം. ശ്രീ ബാലകൃഷ്ണൻ സാർ, എൻ്റെ ഒരു ചോദ്യം, ഈ 2008 കാലത്ത് ഇന്ന് പോക്സോ പോലുള്ള നിയമം ഇത്ര കർശനമായിരുന്നില്ല. കുട്ടികൾക്കൊരു സംരക്ഷണമൊന്നും കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു പെൺകുട്ടി പീഡനത്തിനിരയായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അന്നൊക്കെ ഈ കേസുകളൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ശരിക്കും ഇത്തരം സംഭവങ്ങളിൽ? അന്ന് ഈ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി തന്നെ ബാലാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളോ പോസ്കോ നിയമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്കാകെ ഇന്ത്യൻ പീനൽ കോഡിനെ മാത്രമേ നമുക്ക് ആശ്രയിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അവസ്ഥ നമുക്കറിയാം. അത് പലപ്പോഴും അത് തെളിയിച്ചു കൊണ്ടുവരാനായിട്ട് വളരെ പ്രയാസമുണ്ട്. പോസ്കോ പോലെ വളരെ എളുപ്പത്തിൽ തെളിയിക്കാവുന്ന കേസുകളല്ല. അന്ന് ഈ കുട്ടി വന്ന സമയത്ത് തന്നെ നമ്മൾ വാസ്തവത്തിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യമായിട്ട് ഈ കുട്ടിയെ വരുന്നതും ഈ പീഡനത്തിൻ്റെ കഥ പറയുന്നത്. അന്ന് കുട്ടിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുക. കുട്ടി നേരിട്ട് സ്റ്റേഷനിലേക്ക് വരികയാണ്. കുട്ടി നേരിട്ട് സ്റ്റേഷനിൽ വരില്ല. അവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയെ നിരന്തരമായി അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് അർദ്ധരാത്രിയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് കണ്ടിട്ട് ചില നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ആ കുട്ടിയെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് അനൗൺസ്മെൻറ്റിനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഈ മൈക്ക് അനൗൺസ്മെൻറ്റ് കാറിലൊക്കെ നടത്താൻ പറ്റും. അതിനൊരു ടാക്സി കാറുണ്ടായിരുന്നു. ആ കാറിൽ അനൗൺസ്മെൻറ്റിനാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഈ അർദ്ധരാത്രിയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നാട്ടുകാർക്ക് ചില സംശയം തോന്നി. ചില നാട്ടുകാർ അവരെ ചോദ്യം ചെയ്തു. ഈ കുട്ടിയെയും ഇവരെയും ചോദ്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെടുകയും പോലീസ് കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തതിൽ നിന്നും ഈ കുട്ടി പീഡനകഥ കൃത്യമായിട്ട് പറയുകയും ചെയ്തു.
ആ കഥ കേട്ട പോലീസുകാർ മുഴുവനും തന്നെ, ഞാൻ മാത്രമല്ല, വിശ്വനാഥൻ മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ പോലീസുകാരും ആ കുട്ടിയെ ആ നിമിഷം തന്നെ സ്വന്തം കുടുംബത്തിലെ ഒരു കുട്ടിയാക്കി മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അന്ന് സംഭവിച്ചു. അന്ന് അവിടെ സി എ ആയിരുന്നു ശ്രീ വിശ്വനാഥൻ. അന്ന് മുതൽ വരാം ഒന്ന് സി എയിലേക്ക്. താങ്കൾ അന്ന് അവിടെ സി എ ആയിരുന്നു, എസ് ഐ ആയിരുന്നു? ഞാനിന്ന് മട്ടന്നൂർ സി എ. മട്ടന്നൂർ സി എ ആയിരുന്നു. എന്താണെന്ന് ആ കുട്ടി വന്ന് പറയുന്ന കഥ എന്താണ് ശരിക്കും? കുട്ടി പീഡനം അതുപോലെ തന്നെ. ആദ്യത്തെ അനുഭവം എങ്ങനെയാ പറയുന്നത് ശരി? ആദ്യത്തെ ഉപ്പ ബലമായിട്ട് പിടിച്ച്, ഉമ്മയില്ലാത്ത സമയത്ത് ഉപ്പ ബലമായിട്ട് പിടിച്ച് കീഴ്പ്പെടുത്തി. അത് ആ വിവരം പറയുകയാണെങ്കിൽ ഉമ്മയെയും അനിയനെയും കൊല്ലുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. വീണ്ടും ആ കുട്ടിയെ സ്വന്തം പിതാവ് തന്നെയാണ്. സ്വന്തം പിതാവ് തന്നെയാണ് അദ്ദേഹം. സ്വന്തം പിതാവ് തന്നെ പീഡിപ്പിച്ച് പീഡനം തുടർന്നു പോവുകയും ചെയ്തു. ആ പീഡനം തുടർന്നു പോകുമ്പോൾ അയാൾക്ക് മദ്യപിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടും പിന്നെ അയാൾ അത് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ആ കുട്ടി അത് കൃത്യമായിട്ട് തന്നെ പറയുകയാണ്. കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അന്നത്തെ എഫ്ഐആറിൽ നമ്മൾ ഏതൊക്കെ വകുപ്പാണ് ശരിക്കും ഇട്ടത്? അന്ന് ഈ പോക്സോ നിയമമൊന്നും ഇല്ല. അന്ന് തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ സെക്ഷൻ 366 ഇട്ടായിരുന്നു. പിന്നെ റേപ്പ് ഇട്ടായിരുന്നു. അത് 376 റേപ്പ് ഇട്ടു. അത് ഗ്യാങ് ആയിട്ടുള്ളത് കൊണ്ട് 376 ജിയും ഇട്ടിരുന്നു. ആ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. എഫ്ഐആർ അന്നേരം രാത്രി തന്നെ എഫ്ഐആർ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ തന്നെ 8 പ്രതികളെ പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. പിറ്റേ ദിവസം 8 പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. പിതാവ് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് തിരിച്ചു വരാം. ശ്രീ ബി പി ശശി, താങ്കൾ ഈ കേസ്, ഞാൻ ഈ കേസിന്റെ പേര് പറയാത്തത് ആ നാടിന്റെ പേര് വീണ്ടും വലിച്ചെടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘം അവിടെ ജനിച്ചെങ്കിലും ആ നാട് പേര് വീണ്ടും വരണ്ട എന്ന നിലക്ക് നമ്മൾ ഈ 2008 താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. അന്ന് ഈ പോക്സോ നിയമം, ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ഇതൊക്കെ വരുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിലെ കേസുകളുടെ ഇത്തരം കേസുകൾ ഫ്രെയിം ചെയ്ത് വരുമ്പോൾ ഒരു സ്ഥിതി എന്തായിരുന്നു അന്നത്തെ കാലത്ത്? 2012 പോക്സോ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പേ ഉള്ള ലൈംഗിക അതിക്രമ കേസുകൾ, പീഡന കേസുകൾ ഒക്കെ തന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മിക്കവാറും കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം, പക്ഷേ വിചാരണയിൽ തള്ളിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് കേരളം മുഴുവൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് വിഭിന്നമല്ല നമ്മുടെ ജില്ലയും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഇത് നിരീക്ഷിക്കുന്നതിന് ഇത്രമാത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പല കമ്മീഷനുകളും അങ്ങനെയൊക്കെ സജീവമായിരുന്നില്ല എന്നുള്ളത് ഒരു കാരണം തന്നെയാണ്. അന്ന് ഈ കേസ് എടുക്കുമ്പോൾ തന്നെ ഈ ഇതുപോലുള്ള സംരക്ഷണ വലയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ കുട്ടിക്ക് സത്യത്തിൽ വീണ്ടും തിരിച്ചു കുട്ടി പോകേണ്ടി വരിക വീട്ടിലേക്ക് തന്നെയല്ലേ അന്നത്തെ കാലത്തൊക്കെ? അപ്പൊ അത് ഈ കേസ് വിചാരണക്ക് വരുമ്പോൾ ഇൻ ക്യാമറ സംവിധാനമൊക്കെ അന്നുണ്ടോ? ശരിക്കും ഇൻ ക്യാമറ സംവിധാനം വന്നേ ഉണ്ട്. 376 ഇൻ ക്യാമറ എടുക്കാം. പക്ഷെ ഇന്നത്തെ പോലെ നിർബന്ധമായും അത് ഇൻ ക്യാമറയിൽ പകർത്തേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല, വിചാരണയിൽ ഇന്നിപ്പോൾ പോക്സോ നിയമത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാർജ് കൊടുത്ത് ട്രയൽ എത്തുന്നതോടുകൂടി അതിന് സെക്ഷൻ 29 പ്രിസംഷൻ കിട്ടുകയാണ്. ഈ പ്രതി പിന്നെ കുറ്റം ചെയ്തതായി കാണണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു. അന്നങ്ങനെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അതില്ല. അപ്പോൾ അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ പോലീസ് അത്രമാത്രം ശക്തമായ തെളിവുകൾ കൊണ്ടെന്ന് സംശയത്തിന് അതീതമായ തരത്തിൽ മറ്റ് കേസുകളെ പോലെ തന്നെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവണം. സാക്ഷിമൊഴികളും സാഹചര്യത്തിൽ കൂടുതൽ എടുക്കണം. നമുക്ക് എസ് പിയിലേക്ക് വരാം, ബാലകൃഷ്ണ സാറിലേക്ക് വരാം. താങ്കൾക്ക് ആ കാലത്ത് താങ്കൾ DYSP ആണല്ലോ അവിടെ? DYSP ആയിരിക്കും. ഇത്തരം കേസുകളൊക്കെ അന്ന് വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങനെ ഒരു മനസ്സോടുകൂടി കാണുന്ന ഒരു പോലീസിങ് അന്ന് ഉണ്ടായിരുന്നു ശരിക്കും? അതെന്തുകൊണ്ട് അങ്ങനെ ഒരു, താങ്കൾ പറഞ്ഞ വൈകാരികമായിട്ടാണ് അതിനെ പറഞ്ഞത്, അതുകൊണ്ടാണ് എൻ്റെ ആ ചോദ്യം അങ്ങനെ വരുന്നത്. സത്യത്തിൽ അങ്ങനെ അന്നും ഇന്നും ഉണ്ട്. വിക്ടിംസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു 99% പോലീസുകാരുടെയും അല്ലെങ്കിൽ സമൂഹത്തിനെ പോലെ തന്നെ പിന്നെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ പല പ്രധാന കേസുകളിൽ പോലീസിൽ നിന്നും വലിയ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അവരൊരു പ്രദർശന വസ്തു പോലെ കുട്ടികളെ കൊണ്ടു നടന്നതും പോലീസിൻ്റെ ഒരു ആ ചോദ്യം ചെയ്യൽ രീതികളൊക്കെ ഈ വിക്ടിംസിനെ വല്ലാതെ ബാധിച്ചിരുന്ന വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വരുന്ന പ്രധാന ആരോപണങ്ങളിലൊക്കെ അങ്ങനെ ഒരു കഥയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പോലീസിങ്ങിൻ്റെ അന്നത്തെ രീതിയെക്കുറിച്ച്. അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഞാൻ തൊട്ട് SP തൊട്ട് താഴോട്ട്, അന്ന് ശ്രീജിത്ത് സാറായിരുന്നു SP തൊട്ട് താഴോട്ടുള്ളതായ കോൺസ്റ്റബിൾ വരെയുള്ളതായ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഈ കേസിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ആ കേസിന് അത്രയും വലിയ വിജയം ഉണ്ടായത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വിശ്വനാഥനാന്ന് പറയേണ്ടത്,
ഒരു പ്രതിയൊക്കെ പിടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പ്രതിക്ക് ഫോൺ ചെയ്യാണ്, നല്ല ഒരു പെണ്ണുണ്ട് നീ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്തിട്ട് വനിതാ പോലീസിനെ കൊണ്ട് ഫോൺ ചെയ്യിച്ചിട്ട് നമ്മൾ ട്രാപ്പ് ചെയ്യാം. അപ്പോൾ ആ തരത്തിലൊക്കെ അന്ന് രാത്രിക്ക് രാത്രി തന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് മണി എന്ന് പറയുന്ന അന്നത്തെ ഒരു സബ് ഇൻസ്പെക്ടർ. അദ്ദേഹം ഇതിൽ വേണമായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒക്കെ തന്നെ ആ രാമാനം പ്രൊബേഷൻ എസ്ഐമാരും എല്ലാവരും ആ രാത്രി പ്രൈവറ്റ് കാർ എടുത്തും പോലീസ് ജീപ്പ് എടുത്തും എല്ലാ സംവിധാനങ്ങളും എടുത്തു പോയിട്ട് 8 പ്രതികളെ നേരം പുലരുമ്പോഴേക്ക് അകത്ത് കൊണ്ടുവന്ന ഒരു ചരിത്രമാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പ്രോസിക്യൂഷൻ്റെ സമയത്ത് വിശ്വനാഥൻ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വിശ്വനാഥൻ്റെ ടീം കൃത്യമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ഒരു സൂപ്പർവിഷൻ ചാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇൻഫ്ലുവൻസ് അതിഗംഭീരമായിരുന്നു. ബ്യൂറോക്രാറ്റിക് ഇൻഫ്ലുവൻസ്, സോഷ്യൽ ഇൻഫ്ലുവൻസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ഇങ്ങനെയുള്ളതായ ഒരുപാട് സ്വാധീനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും നമ്മൾ വഴങ്ങാൻ തയ്യാറായില്ല. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അന്ന് ഈ ഇൻഫ്ലുവൻസ് വല്ലാതെ വന്ന സമയത്ത് അന്ന് പിന്നെ പി ശശിയായിരുന്നു പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അല്ല അന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി. LDF ആണ് ഭരിക്കുന്നത്. വല്ലാത്ത സമ്മർദ്ദം വന്ന സമയത്ത് ഞാൻ ശശിയെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, ശശി ഇങ്ങനെയാണുള്ളത്, വല്ലാതെ സമ്മർദ്ദം വരുന്നുണ്ട്, എന്താണ് ഇത്, ക്രൈംബ്രാഞ്ചിനോ മറ്റോ മാറ്റിക്കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശശി എനിക്ക് വാക്ക് തന്നു, ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ആ വാക്ക് തന്ന്, ഒരു സ്വാധീനവും നിങ്ങൾ ഇതിന് വിധേയമാവണ്ട, നിങ്ങൾ നേരെ തന്നെ പോയിക്കോളൂ, ഒരു സ്വാധീനത്തിന് നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല എന്നാണ് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന് ഒരു വാക്ക് തന്നു. ആ വാക്കായിരുന്നു വാസ്തവത്തിൽ എനിക്കും എൻ്റെ സബോർഡിനേറ്റ്സിനും ഞാനത് സബോർഡിനേറ്റ്സിനോട് പറയും, ഇന്നാണ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യം. സത്യത്തിൽ സബോർഡിനേറ്റ്സിനെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതായ ഒരു ബോധം അല്ലെങ്കിൽ ഒരു ഉറപ്പ് എനിക്ക് അന്നാണ്. കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്നു. കോടിയേരി ഒന്നും അതിൽ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം കോടിയേരി എനിക്ക് പരിചയമുള്ള ആളാണ്, എൻ്റെ കൂടെ പഠിച്ച ആളാണ്, പിന്നെ ഞങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ട് റിലേഷനൊക്കെ ഉള്ള ആളാണ്. പക്ഷേ എങ്കിലും കോടിയേരി ഒന്നും അതിലില്ല. പക്ഷേ ശശി നൽകിയ ഒരു ഉറപ്പ് വളരെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവാണെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിന്നിരുന്നു ആ കേസിൽ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ളതായ സഹായം ഞങ്ങൾക്ക് അതാണ് കിട്ടിയത്. വിശ്വാനോട് ചോദ്യം, ഈ കുട്ടിയുടെ മൊഴിയെടുത്ത് FIR ഇട്ടല്ലോ, FIR ഇട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് പ്രതിയെ ആരെയാണ് പിടിക്കുന്നത്? അച്ഛനെയാണോ അതെയോ കൂട്ടുപ്രതികൾ ആദ്യം പിടിക്കുന്നത് അച്ഛനെ തന്നെയാണ്. അച്ഛനെ എങ്ങനെ ട്രാപ്പ് ചെയ്യാൻ പറ്റി? അല്ല, അച്ഛനെ നമുക്ക് ആ രാത്രിത്തെ ബഹളത്തിന്റെ ഇടയിൽ തന്നെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു, നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ എന്താ അന്നേരം പറയുന്നത് ഇതിനെ കുറിച്ച്? അച്ഛനൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞത്, നല്ല മദ്യവെച്ച് വളരെ ഇതായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കുറ്റം പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ടോ? അയാൾ ചെയ്തു എന്ന് പറഞ്ഞില്ല, മദ്യപാനിയായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വൃത്തികേടിലോട്ട് നയിച്ചെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അതിനകത്ത് വിശ്വാനോട് തന്നെയാണ് ചോദ്യം. ഈ 8 പ്രതികളെ ഒറ്റ ദിവസം കൊണ്ട് പിടിക്കാനുള്ള ഒരു ഓപ്പറേഷൻ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മൊബൈലിൽ അങ്ങനെ വ്യാപകമായി സെർച്ച് ചെയ്ത് പിടിക്കാനോ ട്രാക്ക് ഉണ്ടാക്കാനൊക്കെ സാധിക്കുമായിരുന്നു ആ കാലത്ത്? അന്ന് ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ SI മണി, പ്രൊബേഷൻ SI ജയൻ, പിന്നെ ഇരിക്കൂർ SI സുഷീർ, ഇവർ 3 പേരും പിന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഒറ്റ ദിവസം കൊണ്ട് 8 പ്രതികളെ ഓപ്പറേഷൻ എങ്ങനെയാണ് അത് ആ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. ഈ പിതാവ് ഉൾപ്പെടെ 8 പേരെ. ഈ 8 പ്രതികളിൽ ഏതൊക്കെ റാങ്കുകാരാണ്? അന്നത്തെ അവരുടെ ഒരു നില എന്തായിരുന്നു? അവരുടെ ഒരു സമൂഹത്തിലുള്ള ഒരു നിലയും വിലയുള്ള ആൾക്കാർ തന്നെയായിരുന്നു. വളരെയധികം നിലയും വിലയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് വരെയുള്ള പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള പ്രഷറൊക്കെ വന്നപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്ത് DYSP സാറിനെ ചെസ് കളിക്കാരനാണല്ലോ അല്ലേ? അപ്പോൾ കരുതീക്കങ്ങൾ അറിയാലോ. അതുകൊണ്ട് ഞാനത് അങ്ങനെ ഈ 8 പ്രതികളെ പിടിച്ചു. ഡൽഹി നിരക്കം വലിയ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രഷർ വന്നപ്പോൾ ഞാനത് അന്നത്തെ എൻ്റെ DYSP ആയിരുന്ന ബാലൻ സാറിനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. ബാലൻ സാർ പറയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ബാലൻ സാറിനെ വിളിച്ചോന്നുള്ളത് ഞാൻ ചോദിച്ചില്ല. ബാലൻ സാർ ഏതായാലും എൻ്റെ അടുത്ത് ഒരു രീതിയിലുള്ള സമ്മർദ്ദത്തിൽ. ശ്രീ ശശീന്ദ്രൻ, നമുക്ക് ഈ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് പോക്സോ കോടതികൾ വ്യാപകമായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതുപോലെ ഇതേ രീതിയിൽ പ്രോസിക്യൂഷനെ സാധാരണ ഒരു കേസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസ് ആ സമയത്ത് നിങ്ങൾ കോൾ ചെയ്യുമ്പോഴല്ലേ വരിക അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട്? അല്ലാതെ ഒരു ഈ രീതിയിൽ ഈ വിക്ടിമിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാലം അന്നുണ്ടായില്ല. അന്ന് തീരെയില്ല എന്ന് പറയാം.
എന്ന് മാത്രമല്ല, ഞാൻ പ്രോസിക്യൂട്ടർ ആയിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കാകെ അനുഭവപ്പെട്ടത് ആ കൊട്ടിയൂർ പീഡന കേസിൽ മാത്രമാണ്. അതൊരു വലിയ കേസായിരുന്നു. അതെ, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് വരിക എന്നുള്ളതല്ലാതെ പോലീസിന് മറ്റു പല വർക്കുകളുണ്ടാവാം. അപ്പോൾ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മൾ കാണുന്നത് വിക്ടിമിനെ വിസ്തരിക്കുന്ന സമയത്തൊന്നും കാണുന്നില്ല. അവരെ കാണുന്നത് മിക്കവാറും അവരുടെ ടേം എത്തുന്ന സമയത്ത് മാത്രമാണ് അവരെ കാണുന്നത്. അപ്പോൾ ആ ഫ്രെയിം ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് വെറും സി ഡിയിൽ നിന്ന് പ്രോസിക്യൂട്ടർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാലം മാത്രം. ഈ കേസിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കേസിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത് അത്രയും നല്ലൊരു പിന്നെ സക്സസിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നോക്കുവാൻ അങ്ങനെ തന്നെ കൊണ്ട് നടന്നു. നമുക്ക് എന്തായാലും ബാലകൃഷ്ണ സാറിനോട് ചോദിക്കാം. ഈ ആ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ കുട്ടിയെ നിങ്ങൾ പറഞ്ഞില്ലേ മകളെപ്പോലെ ചേർത്ത് നിർത്തിയെന്ന്, എന്താണ് അവിടുന്ന് ആ കുട്ടിയെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് സംരക്ഷണം നൽകുന്നത്? ഈ കേസിൻ്റെ ഞാൻ പിന്നെ സുപ്പീരിയർ ഓഫീസർ അല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം പിന്നെ നിയന്ത്രിക്കുന്ന ഓവർസീ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാൻ ഈ കുട്ടിയെയും ഈ അമ്മയെയും ഒക്കെ ഉമ്മയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അതിനിടയിൽ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് എൻ്റെ ഭർത്താവില്ലാതെ എൻ്റെ കുടുംബജീവിതം മുമ്പോട്ട് പോകാൻ പറ്റില്ല. വേറെ മക്കൾ ഇതിനകം 3 മക്കൾ വേറെയുണ്ട്. എങ്ങനെ ഞാൻ പോകും എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ മുമ്പിലും അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഭാരം ഏറ്റെടുക്കാനായിട്ട് പോലീസിന് വന്നോ അല്ല എനിക്ക് വ്യക്തിപരമായിട്ടോ പോലീസിന് വന്ന് കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ നിയമം അതിനെ അനുവദിക്കുന്നില്ല. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പിന്നെ വനിതാ കമ്മീഷൻ മെമ്പർ ടി ദേവി ഉണ്ടായിരുന്നു, അവരെൻ്റെ നാട്ടുകാരിയാണ്. അവരെ ഞാൻ വിളിച്ചു, ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. അവർ വീട്ടിൽ വന്നു, ഈ കുട്ടിയൊക്കെ കണ്ടു. മഹിളാ സംഖ്യാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടിയെ, അന്ന് വനിതാ കമ്മീഷനിൽ മാത്രമേ ഉള്ളൂ, വനിതാ കമ്മീഷൻ്റെ വനിതാ സംഖ്യാനിലേക്ക് ഈ കുടുംബത്തിനെ മൊത്തം കൊണ്ടുപോകണം. എവിടെയാണ്? തിരുവനന്തപുരം കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ മുഴുവൻ തന്നെ മഹിളാ സംഖ്യാനിൽ സംരക്ഷിക്കുന്നു. അമ്മക്ക് അവിടെ തന്നെ ഒരു ചെറിയ ജോലിയുമായി കൊടുക്കുന്നു. അങ്ങനെയാണ് കുട്ടികൾ അവിടെ വളരെ കൊണ്ടുപോയി ശരിക്കും ഒരു 10-15 ദിവസത്തിന് കൊണ്ടുപോകുന്ന സമയത്തുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അതാണ് രസം. വളരെ രസകരമായൊരവസ്ഥയാണ്. ഈ കുട്ടിയെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. കൊട, ഡ്രസ്സ്, ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തു ആ കുട്ടിക്ക് സഹായമായിട്ട്. അവസാനം പോകാൻ നോക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ഓടി വന്നിട്ട്, സാർ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ എവിടെയോ പോയി വന്നിട്ട് ഒരു ചോറ്റ് പാത്രം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവിടുത്തെ ആ ഇരിട്ടി സബ് ഡിവിഷനിലുള്ള മുഴുവൻ പോലീസുകാരും വന്ന് ഈ കുട്ടിയെ സ്വന്തം പിന്നെ മകളെ പോലെയാണ് കരുതിയിരുന്നത്. മകളായിട്ട് തന്നെയാണ്, മകളെ പോലെയല്ല, മകളായിട്ട് തന്നെ കരുതി. ഉദാഹരണമായിട്ട് എന്നെ ആ കുട്ടി വിളിക്കുന്നത് പപ്പ എന്നാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല. അപ്പോൾ എനിക്ക് ഒരു 14 വയസ്സുള്ള ഒരു മോള് പെട്ടെന്ന് ജനിച്ചത് മാതിരിയാണ് എനിക്കുണ്ടായ അനുഭവം. അപ്പം അതിനുശേഷം ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മഹിളാ സംഖ്യാനിൽ ബന്ധപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പ്രോസിക്യൂഷൻ്റെ സമയമായ സമയത്ത്, അതായത് വിശ്വനാഥൻ്റെയും ടീമിൻ്റെയും വളരെ എഫർട്ട് കാരണം, വളരെ ശക്തമായ എഫർട്ട് കാരണം റിമാൻഡ് പീരീഡിൽ തന്നെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റി. പ്രതികൾ ജാമ്യത്തിലിറങ്ങാനായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങളും നടന്ന സമയത്ത് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, ആർ യു റെഡി ഫോർ പ്രോസിക്യൂഷൻ ട്രയൽ? വി ആർ റെഡി ഫോർ ട്രയൽ എന്ന് പറഞ്ഞുകൊണ്ട് ചാർജ് ഷീറ്റ് കൊടുത്തു. അതിൽ തന്നെ ട്രയൽ നടത്തി. അപ്പോൾ ഈ കുട്ടിക്കും പിന്നീട് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. വലിയ പൈസയൊക്കെ ഓഫർ ചെയ്തിട്ട് ഈ കുട്ടിയെ പിന്നെ മൊഴി മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ കുട്ടി ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പിന്നെ എൻ്റെ പപ്പായും പോലീസുകാരും പറഞ്ഞാൽ ഞാൻ അനുസരിക്കും, അല്ലാതെ വേറെ ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആയി നിന്നു. ഇന്ന് ആ കുട്ടിക്ക് ഒരു വലിയ സാമ്പത്തിക, അന്നത്തെ ഓഫറെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് വലിയൊരു എമൗണ്ട് ആയിരിക്കും അത് ആയിട്ടുണ്ടാവുക, ഒരു വെറുതെ സിമ്പിൾ ഒരു ബാങ്കിലിട്ടായി. പക്ഷെ അതിന് പോലും മുതിരാതെ ആ കുട്ടി ആ വയറ് മുറുക്കി കെട്ടിക്കൊണ്ട് വിചാരണക്ക് വന്നു. വിചാരണക്ക് വന്ന സമയത്ത് നമ്മൾ അന്ന് ഇഷ്താ റോയി ആയിരുന്നു സബ് കളക്ടർ തന്നെയായിരുന്നു. അപ്പോൾ അവരോട് നേരിട്ട് പോയിട്ട് വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് ഇരിട്ടി PWD രജിസ്റ്റേഴ്സ് മുഴുവൻ തന്നെ ഇവർക്ക് ബുക്ക് ചെയ്ത് കൊടുത്തു, റിസർവ് ചെയ്ത് കൊടുത്തു. കേസ് പഠിക്കാനും ഈ കുട്ടികളെ ഇവരെ താമസിപ്പിക്കാനും വേണ്ടി കുടുംബസമേതം താമസിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. വിചാരണ സമയത്താണ് അതിൽ വളരെ രസകരമായ കാര്യം ഉണ്ടായത്. 12 വക്കീലന്മാരെയാണ് 12 വയസ്സുള്ള കുട്ടി ഫേസ് ചെയ്യുന്നത്. മനസ്സിലാക്കണം, 12 പ്രതികൾക്ക് വേണ്ടി 12 വക്കീലന്മാർ, 11 പ്രതി, 12 ഒരു പ്രതി ഇപ്പോഴാണല്ലോ വന്നത്. 11 വക്കീലിനെയും ഈ 12-13 വയസ്സുള്ള കുട്ടി ഫേസ് ചെയ്യണം. എട്ടും പൊട്ടും കുതിരാത്ത കുട്ടി. ആദ്യത്തെ വക്കീൽ സാധാരണ പോലെ ചോദിച്ച്
അദ്ദേഹം ഒരു വളരെ സീനിയറുമായ ചീഫ് എടുത്തിട്ട് അങ്ങ് ചീഫ് കഴിഞ്ഞു. ചീഫ് മോഹൻ പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹം വളരെയധികം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വക്കീൽ കുറച്ച് ഒച്ച എടുത്തു. അപ്പോൾ ഞാൻ കൂട്ടിലൊക്കെ കയറി നോർമലായി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ തിരിച്ചു പോവാം. ഞാൻ ഇരിട്ടിക്ക് തിരിച്ചു പോകും. തിരിച്ചു വണ്ടിക്കൊക്കെ ഏർപ്പാട് ചെയ്ത് കുട്ടിക്ക് തിരിച്ചു വരാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് വെച്ച സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരാണ്. അവിടെ വിചാരണ അറ്റൻഡ് ചെയ്യുന്ന പോലീസാണ്. കാരണം കോടതിയിൽ നമ്മളൊന്നും കാണില്ല, ഇൻ ക്യാമറയാണ്, ആരെയും അങ്ങോട്ട് കടത്തില്ല. ഈ കുട്ടി ഫെയിൻറ്റ് ചെയ്തു, ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണ് വിചാരണയൊക്കെ നിർത്തിവെച്ച് ആകെ പ്രശ്നമായി. ഒരു വക്കീൽ പറഞ്ഞു ഞാൻ ഈ വക്കാലത്തില്ല എന്ന് പറഞ്ഞു. കാരണം കാണാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചു വന്നു. ജഡ്ജും ആകെ കോടതിയിലൊരു വല്ലാത്തൊരവസ്ഥയാണ്. കുട്ടി വേഗം വന്നിട്ട് നേരെ വന്ന് എൻ്റെ അടുത്ത് ഒരൊറ്റ വീഴലാണ്. ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ജഡ്ജ് എന്നോട് പറഞ്ഞു പുറത്ത് പോയിക്കോ, പിന്നെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. 2 മണിക്ക് നമുക്ക് ട്രയൽ തുടങ്ങാം. പക്ഷേ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ഈ കുട്ടിയെ ആ മുമ്പിലുള്ള പാർക്കിലിരുത്തി ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. നീ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നും ഭയപ്പെടേണ്ട, പപ്പ മുമ്പിലിടും ധരിച്ചോ എന്നങ്ങോട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞ് 2 മണി ശേഷം ആ കുട്ടി വിചാരണയ്ക്ക് ചെന്നിട്ടുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. പിന്നെ എന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ കോഴി അംഗത്തിന് കോഴി കൊത്തുന്ന മാതിരിയാണ് ആ കുട്ടി സ്റ്റാൻഡ് ചെയ്തത്. ആ ക്ലാസ്സിൽ സെന്റിനറി പാർക്കിൽ ഇരുന്ന് കൊടുത്ത ആ ക്ലാസ്സിലാണ് ആ കുട്ടി ഉഷാറായത്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി ഈ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും ആ കുട്ടിയുടെ ധൈര്യം എന്താണെന്നും ഇത്രയും വലിയ പൈസ ഓഫർ ചെയ്തിട്ട് പോലും ആ കുട്ടി സ്ട്രോങ് ആയി നിന്നു എന്നുള്ളതാണ് ആ കേസിൻ്റെ വേറൊരു പ്രത്യേകത. പല വിക്ടിംസും മാറുന്നുണ്ട്. കാശ് കിട്ടിയാൽ പല വിക്ടിംസും മാറുന്നതായിട്ട് എന്തോ ദൈവസഹായം കൊണ്ടെന്നോണം എനിക്ക് നല്ലൊരു ടീമിനെ അന്വേഷിക്കാൻ കിട്ടി. വിശ്വനാഥനെ പോലെയുള്ള അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസേഴ്സിനെയും ടീമിനെയും കിട്ടി. രണ്ടാമത് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അന്നത്തെ ഭരണകക്ഷിയിൽ നിന്നും കിട്ടിയതിൻ്റെ സെക്രട്ടറിയിൽ നിന്നും കിട്ടിയിരിക്കുന്നതായ സപ്പോർട്ട്. മൂന്നാമതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ സഹായം. പിന്നെ ഇദ്ദേഹം ചെയ്തതുപോലെ തന്നെ അന്നൊരു പ്രോസിക്യൂട്ടർ മോഹൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഗംഭീരം. അദ്ദേഹം അന്ന് ജഡ്ജസിൻ്റെ പാനൽ വന്നിട്ട് അദ്ദേഹം അത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, എനിക്ക് പോകേണ്ടി വരുന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ട്രയൽ തീർത്തിട്ട് കൊടുത്തു. നല്ലതായി ട്രയൽ നടത്തി. പിന്നെ കാരണം ഈ 11 വക്കീലന്മാരെ തലശ്ശേരി ബാർ എന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല സ്ട്രോങ് ബാറാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ് അല്ല, കൃഷ്ണ അയ്യരൊക്കെ പ്രാക്ടീസ് ചെയ്ത ബാറാണ്. അപ്പോൾ ആ ബാറിലുള്ളതായ അത്രയും പുലികളായിട്ടുള്ളതായ വക്കീലന്മാരെ നേരിട്ടത് മോഹൻ വക്കീലിന് വലിയുണ്ട്. ഇദ്ദേഹത്തിനും ഇതേപോലെ അനുഭവം തളിപ്പറമ്പിലുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ കുട്ടിയെ നമ്മൾ മഹിളാ സമിക്കാൻ സംരക്ഷിക്കുകയും പിന്നീട് അവിടെ വെച്ച് പഠിപ്പിച്ച് ഈ ലെവലിലേക്ക് ലെവലിലേക്ക് വരാം. അതിനു മുമ്പ് BP ശശീന്ദ്രൻ, ഈ പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ഇപ്പം വ്യാപകമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. എവിടെ പോക്സോ കേസ് വന്നാലും വിചാരണ എത്തുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഒരു സാമ്പത്തിക ഇടപാട് നടക്കുന്നുണ്ട്. അത് വളരെ സ്വകാര്യമായി എല്ലാവരും സമ്മതിക്കുന്നതാണ്. ചെറിയ പൈസ ഒന്നുമില്ല, കോടികൾ കൊടുത്താണ് ഓരോ കേസ് സെറ്റിൽ ചെയ്യുന്നത്. അത്തരം ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് പോക്സോ കേസുകളിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുക എന്നുള്ളത് പ്രതികളെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ. കാരണം പിന്നെ ഒന്ന് ഈ പറയുന്ന കാലത്തൊന്നും അന്നൊന്നും 2008 ഇല്ലെങ്കിലും ഇന്ന് ഇത്ര മാസത്തിനുള്ളിൽ ചാർജ് കൊടുത്തിരിക്കണം, കൃത്യമാണ്. അത് അന്വേഷിക്കുന്നത് ആരാണ്? CI ആൻഡ് അബോവ് ലെവലിലാണ്. DGP IG വരെയുള്ളവർ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലെല്ലാം പിന്നെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിസംഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ മറ്റ് സംവിധാനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് നല്ല അന്വേഷണം നടക്കുന്നുണ്ട് ഇത്തരം കേസുകളിൽ. അപ്പോൾ ആ നല്ല അന്വേഷണങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ പോക്സോ കേസുകളിൽ നിന്ന് പ്ലസ് ഈ പ്രിസംഷൻസ് എല്ലാം ഉള്ളത് കൊണ്ട് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണെന്ന് പ്രതികൾക്കും അറിയാം, വക്കീലന്മാർക്കും അറിയാം. ശിക്ഷകൾ ഇപ്പോൾ 30 വർഷം 50 വർഷവും 70 വർഷവും അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം. അതെന്താന്ന് പറഞ്ഞാൽ ഒരേ പ്രവൃത്തി തന്നെ. ഇപ്പോൾ ഒരു മദ്രസ ഒരു അധ്യാപകൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ HM ചെയ്യുന്നു. അത് ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിൽ നിന്നും മറ്റതിലേക്ക് വരുമ്പോൾ ഗ്രാവിറ്റി കൂടുന്നു. അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ പിന്നെ ശിക്ഷ അളവ് കൂടുകയാണ്. പൊതുവെ തന്നെ ഇതിലേക്ക് നൽകിയിരിക്കുന്ന ശിക്ഷയും കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആകെ വഴി ഇതേ ഉള്ളൂ. വിക്ടിം എന്ത് ചെയ്യുക? സർവൈവർ. ഇപ്പം നമ്മൾ സർവൈവർ എന്നാണ് ഉപയോഗിക്കുന്നത്. ആ സർവൈവർ കൂറുമാറുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പ്രതികൾക്കും അറിയാം, വക്കീലന്മാർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ മിക്കവാറും കേസുകളിൽ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നടത്തുന്ന കേസിൽ വിക്ടിം ഒരാളും പറയാതെ തന്നെ വിക്ടിം നേരിട്ട് വന്ന് പണം ചോദിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്.
5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. അവസാന ആ കേസിൽ നിന്ന് പ്രതിയെ വെറുതെ വിട്ടു, പൈസ കൊടുത്തിട്ടല്ല, ഫുൾ നടത്തിയിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്താലേ രക്ഷപ്പെടൂ എന്നുള്ള ഒരു ചിന്താഗതി പ്രതികളിൽ നിന്ന് വന്നിരിക്കുന്നു. അത് വാങ്ങണം എന്നുള്ള ചില വിക്ടിംസിൻ്റെ ഭാഗത്ത്, അവരുടെ കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നു. അപ്പോൾ ഇയാളെ എന്തിനാണ് ജയിലിൽ കിടന്ന പൈസ വാങ്ങി ചിന്തിക്കുന്ന ഒരു തോന്നലും കൂടി ഉണ്ടായി. വിശ്വനാഥൻ, ഈ അന്ന് ഫുൾ എഴുത്ത് തന്നെയല്ലേ, കംപ്ലീറ്റ് എഴുതിയെടുക്കൽ തന്നെയല്ലേ? ഇന്നിപ്പോൾ കോടതികൾ പോലും എഴുത്ത് നിർത്തി അല്ലേ, കടലാസ് ഡെസ്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പം വിചാരണയൊക്കെ മൈക്കിലൂടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തുക, അതപ്പം തന്നെ ടൈപ്പ് ചെയ്ത് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കാണും. അന്ന് ഈ 12 പ്രതികളാവുമ്പോൾ എത്ര സാക്ഷികളെ നിങ്ങൾ മൊത്തം കണ്ടെത്തിയായിരുന്നു? 100 മുകളിൽ 112 സാക്ഷികളുടെ അമ്മ മുതൽ സാക്ഷികളുടെ സ്വഭാവം എങ്ങനെയാണ് വരുന്നത്? എല്ലാ സ്ഥലത്ത് ഈ കുട്ടിയെ കൊണ്ടുപോയിരുന്നവരാണ്. അവര് മംഗലാപുരത്ത് കൊണ്ടുവരുന്നു, പറശ്ശിനിക്കടവ് കൊണ്ടുവരുന്നു. ഈ 2 കേന്ദ്രങ്ങളിൽ ഈ 12 പ്രതികളും ആ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ പരിധി തന്നെയായിരുന്നു? അത് കേരളം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നവരായിരുന്നു? അതെ, പ്രതികൾ ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ പരിധിയിലായിരുന്നു. ഒരാൾ മാത്രം തമിഴ്നാട്ടുകാരനായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടുകാരൻ ഇതിനകത്ത് വന്ന് പെട്ടത്? അത് പറശ്ശിനിക്കടവുള്ള തായ് റിസോർട്ടിലെ ഒരു റൂം ബോയ് ആയിരുന്നു. അപ്പോൾ അവൻ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു വരുന്നു. ആ കുട്ടിയെ, അയാളെയും കൂടി ഈ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത്. ഈ പ്രതികളിൽ വന്നവരൊക്കെ ബിസിനസ്സുകാരും വലിയ മാഗ്നറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ തുടക്കം ഞാൻ മഹസർ എഴുതാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ദാരിദ്ര്യം എനിക്ക് അവിടുന്ന് കാണാൻ കഴിഞ്ഞതാണ്. ഞാൻ അവിടെ പോയിട്ട് ഈ അടുക്കളയായിരുന്നു സീൻ ഓഫ് ഓക്കറൻസ്. ഫസ്റ്റിൽ ഉപ്പ പീഡിപ്പിച്ചത് അടുക്കളയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിലെ മഹസർ എഴുതുമ്പോൾ ഞാൻ അവിടുത്തെ ചട്ടിയും പാത്രങ്ങളും ഒന്ന് നോക്കിയ സമയത്ത് ആകെ ഒരു 1/2 കിലോൻ്റെ താഴെയുള്ള അരിയുണ്ട്, പിന്നെ കുറച്ച് ഉപ്പുമുണ്ട്, വേറെ ഒന്നും ആ അടുക്കളയിലിട്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ എടുത്ത് ആ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞു സാധനം മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മഹസറിൽ എഴുതി കഴിഞ്ഞിട്ട് ഉമ്മക്ക് കൊടുത്തിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1000 രൂപ കൊടുത്തു, ഉമ്മക്ക് തന്നെ കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ആ വീട്ടിലൊന്നുമില്ല. ഇയാൾ ഉപ്പേനെ അറസ്റ്റ് നമ്മൾ അല്ലെ പിടിച്ചു. ആ സമയത്ത് പിന്നെ അവർ കുറച്ച് ദിവസം കൂടി ജീവിക്കണ്ടേ. അപ്പോൾ അതിനുള്ള ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 1000 രൂപ അവർക്ക് കൊടുത്തിട്ടാണ്. സമ്മർദ്ദങ്ങളൊക്കെ ഏതൊക്കെ തോതിലാണ് വന്നത്? സമ്മർദ്ദങ്ങൾ പല രീതിയിൽ വന്നിരുന്നു. അപ്പം ഞാനത് എന്നാലും വരുന്നവരൊക്കെ എന്താ പറയുന്നത്? ഇത്തരം ഒരു 10-12 വയസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടി വിളിക്കുന്നവർ നിങ്ങളോട് എന്താ വിളിക്കുന്നവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഈ കുട്ടി രാത്രി നടക്കുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അത് അവർക്ക് കുട്ടിക്ക് ആൾ മാറിപ്പോയതാണ്. പേര് കേട്ടതുകൊണ്ട് മാത്രം പേര് പറഞ്ഞു എന്നുള്ളൂ. ആ പേര് പറഞ്ഞ വ്യക്തി ഇതല്ല. അങ്ങനെയാണ് അവർ കൂടുതൽ ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ പി പറഞ്ഞതുപോലെ 5 ലക്ഷം എന്നുള്ളതല്ല. നമ്മുടെ കേസിൽ അന്ന് തന്നെ ഒരു 33 lakhs അടുത്തുള്ള ഓഫറായിരുന്നു കുട്ടിക്ക് കൊടുക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥന് വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിന് വരാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണ സാറാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ബാലകൃഷ്ണ സാറിൻ്റെ അടുത്തോട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് വിട്ടിരുന്നു. എല്ലാം അങ്ങോട്ട് വിട്ടിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആരും പറയില്ല, ബാലകൃഷ്ണ സാറിൻ്റെ അടുത്തോട്ട് അടുക്കൂല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓഫർ വന്നിരുന്നു സാർ ആ കാലത്ത്? ഓഫർ വരാതിരിക്കുമല്ലോ, വളരെ ഓഫറായിട്ട് വരെ എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വിധേയനാകും എന്നുള്ളതായ ഒരു സൂചന കിട്ടുമ്പോഴേ അവർ പൈസയൊക്കെ ഓഫർ ചെയ്യും. നമ്മളോട് സംസാരിച്ചാൽ അത് പ്രതിയായിട്ടില്ല, അല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ആലോചിക്കട്ടെ എന്നിപ്പോൾ ഒരു ആളോട് പറയാനുണ്ടെങ്കിൽ അപ്പം തന്നെ അവരാലോചിക്കും ഇത് ഗ്യാപ്പുണ്ട്. അപ്പോൾ അതുപോലും നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് വലിയൊരു മേലുദ്യോഗസ്ഥൻ ആറളം ഫാമിൽ വന്നിട്ട് അവിടുത്തെ ഗസ്റ്റ് ഹൗസ് താമസിച്ചിട്ട്, നിങ്ങൾ റെക്കോർഡൊന്നും പോയി നോക്കരുതേ, പിന്നെ അവിടെ താമസിച്ചിട്ട് എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ്. എവിടെയുള്ളത്? ആറളം ഫാം ഗംഭീരമാണല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഞാൻ മേലുദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പോയി കണ്ടു. അല്ലെങ്കിൽ വേറെ റാങ്കുള്ള ഉദ്യോഗസ്ഥൻ, പക്ഷേ ഈ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അദ്ദേഹത്തിന്. ചെന്ന് ഇതാണ് വിഷയം പറയുന്നത്. ഞാൻ പറഞ്ഞു സാറ് ആ കുട്ടിയെ ഒന്ന് കണ്ടതിന് ശേഷം ഒന്നുകൂടി ശുപാർശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. സാറിന് പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ ഒരു ലൗലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരുത്തനും തന്നെ ഇതിനു വേണ്ടി ഒരു ശുപാർശ പറയാൻ പറ്റില്ല. അത്രയും ഇന്നസെൻറ്റ് ഫേസ്. ഇന്നും അങ്ങനെയാണ് കുട്ടിയുടെ ഇന്നസെൻറ്റ് ഫേസ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല സാർ, ഇത് അങ്ങനെയാണെങ്കിൽ സാർ ഇത് വേറെ ഏതെങ്കിലും ഏജൻസിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. കാരണം പക്ഷേ എൻ്റെ കൈ ഇതിൽ
കറപുരളാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. കാരണം എനിക്കൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു രീതിയിലുള്ളതായ ഒരു പേരുണ്ട്. ആ പേര് കളങ്കപ്പെടുത്തിക്കൊണ്ട് ഇനി അവസാന നിമിഷം, പിന്നീട് എനിക്ക് ഒന്നോ രണ്ടോ വർഷങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, ആ വർഷം ഇനി അത് കളയാനായിട്ട് തയ്യാറില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പിന്നെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തുകയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല, സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. അദ്ദേഹം അത് ഞാൻ പറഞ്ഞ് വിശ്വസിച്ചിട്ട് പോവാനുണ്ടായി. അതിന്റെ പേരിൽ വേറെ ബുദ്ധിമുട്ടൊന്നും. ഈ മോള് ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞു, താങ്കൾ പറഞ്ഞല്ലോ. ഈ മോള് ഈ ഇത്രയും ദിവസം ഇതെല്ലാം നടക്കുമ്പോൾ നിങ്ങളോട് പങ്കുവച്ച സ്വകാര്യ സങ്കടങ്ങളില്ലേ, എന്താണ് അവള് പറയുന്നത്? സ്വകാര്യ സങ്കടങ്ങൾ അപ്പനായി മാറി, പപ്പയായി മാറി. പപ്പയോട് ആ മോള് പറയുന്നില്ല ഞാൻ അനുഭവിച്ച സങ്കടങ്ങൾ പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് അവള് പറയുന്നത്. ഓരോ സമയത്തും അച്ഛൻ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുട്ടിയെ, ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടിയെ റൂമിൽ ഏൽപ്പിക്കുന്നതും, ഈ അജാനബാഹുക്കളായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇതുപോലെ തന്നെ ഈ കുട്ടിയെ പീഡിപ്പിച്ച് പോകുന്നതിനെ കുറിച്ചും ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ദാരിദ്ര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഇന്ന് അവർ ഒരു സ്വന്തം വീടൊക്കെ ആക്കി, വീടൊക്കെ ആകെ 2 കുട്ടികളെ കല്യാണം കഴിഞ്ഞു. ഇനി ഈ മോളുടെ കല്യാണം മാത്രമേ ബാക്കിയുള്ളൂ. അതും രസമാണ്. ആ കുട്ടി ഏറ്റവും മൂത്ത കുട്ടിയായിട്ട് കല്യാണം ഇതുവരെ കഴിക്കാതിരുന്നത് അനിയത്തിമാരും അനിയന്മാരും ഒരു നിലയ്ക്ക് എത്തണം എന്ന് ഭാവിച്ചിട്ടാണ്. അതിനുവേണ്ടിയാണ് കാത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞത്, എനിക്ക് ഓപ്പണായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് വിഷ്വൽ കൊടുക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, പിന്നെ ആ ഫാമിലിയിൽ ഇത് ബാധിക്കും, എൻ്റെ അനിയത്തിമാരെ കല്യാണം കഴിഞ്ഞു പോയ കുടുംബത്തിൽ ഇത് ബാധിക്കും എന്നുള്ളതാണ്. അതാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജീവിക്കുന്നൊരു കുട്ടിയാണ്. അത് മാത്രമല്ല, കുട്ടി പല രംഗത്തും വലിയ പ്രൈസുകൾ വാങ്ങിച്ച കുട്ടിയാണ്, വലിയ സമ്മാനങ്ങൾ വാങ്ങിച്ച. അല്ല, വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് മനോരമ ആ കുട്ടിയെ തെരഞ്ഞെടുത്ത കഥ താങ്കൾ ഇതിൻ്റെ ഇടയ്ക്ക് വർത്തമാനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയണ്ടേ. ആ ലെവലിലേക്ക് ആ കുട്ടിയെ ഫ്രെയിം ചെയ്യാനുണ്ടായ ഒരു, അത് എങ്ങനെയാ കുട്ടി അതിനകത്ത് ആ ലെവലിലേക്ക് വളരാൻ കുട്ടിക്ക് എങ്ങനെയാ, കുട്ടി അതിനെന്താ പറയുന്ന കാരണം? ചിലർ തകർന്നു പോകുന്നു ഇത്, കാരണം ഇത്രയും ഭീകരമായ അനുഭവങ്ങളിലൂടെ. ഒന്ന് നമ്മുടെ മോട്ടിവേഷൻ, നമ്മൾ കൊടുത്തിരിക്കുന്ന മോട്ടിവേഷൻ. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വിളിച്ച് സംസാരിക്കും. അതുപോലെയുള്ള മഹിളാ സമിതിയാൽ അന്നുണ്ടായിരുന്ന ചില വനിതാ ഉദ്യോഗസ്ഥർ, അവരുടെ മോട്ടിവേഷൻ, അതൊക്കെ വളരെയധികം ഉപയോഗപ്രദമായിരുന്നു, വളരെയധികം ഉപയോഗം. ഉദാഹരണമായിട്ട് ഞാൻ വിചാരണ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാനൊരു 1-2 പേരോട് സംസാരിച്ചതിന് ശേഷം അവർ ഇതിനെക്കുറിച്ച് ഒരു ഗോൾഡ് ചെയിൻ എനിക്ക് കൊണ്ടുതന്നു. ആ മോക്ക് കൊടുക്കുന്ന സാധനം. കാരണം ഈ വലിയ ലക്ഷങ്ങൾ ഓഫർ ഉണ്ടായിട്ടും ഈ കുട്ടി ഇത് പിടിച്ചു നിന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ആളുകൾ, ഞാൻ പറയുന്ന സമയത്ത് ആ കുട്ടി ഒരു ഗോൾഡ് ചെയിൻ കൊണ്ടു തന്നു. അപ്പോൾ ഗോൾഡ് ചെയിൻ കൊണ്ടുവന്ന് ആ കുട്ടിയുടെ കൈ കൊടുത്തു. അപ്പോൾ ഉമ്മ പറഞ്ഞു, സാർ സാറ് തന്നെ ആ കുട്ടിക്ക് ഒന്ന് അണിയിച്ചു കൊടുക്കണം. അപ്പം ഞാൻ കുട്ടി അണിയിച്ചു കൊടുത്തു. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, തട്ടാൻ തൊട്ടത് ആദ്യമായിട്ട് എൻ്റെ മക്കൾ ധരിക്കുന്ന ഇപ്പോഴാണ് സാർ. തട്ടാൻ തൊട്ടതെന്ന് പറഞ്ഞാൽ സ്വർണം. ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടികൾ ധരിക്കുന്നത് സാർ എന്നെന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം പിയേഴ്സിംഗ് ആണ്, ഹാർട്ട് പിയേഴ്സിംഗ് ആണ്. ജീവിതത്തിലൊരു ഞാൻ പറയാം, എൻ്റെ ഒരുപാട് കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, ഒരുപാട് കേസുകൾ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നും ഞാൻ മരിച്ചാൽ പോലും ഓർക്കുന്ന കേസ് ഇതാണ് മനസ്സിലുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് 14 വയസ്സുള്ള ഒരു മോളത്തെ കിട്ടുകയാണ് സർവീസിൽ. ആൺകുട്ടികളിൽ എനിക്ക് അല്ല, പെൺകുട്ടികളില്ല. അപ്പോൾ അത് എനിക്ക് കിട്ടി. നിങ്ങൾക്ക് താങ്കൾ ഫോണിൽ കാണിച്ചു തരാം. ഞാൻ പിന്നെ അവളുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന മോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അതെൻ്റെ ഒരു സൗഭാഗ്യമല്ലേ? സൗഭാഗ്യമാണ്. സർവീസ് നിങ്ങൾക്കൊരു മകളെ തന്നു. സർവീസ് എനിക്കൊരു മകളെ തന്നു. ഒരു മിനിറ്റ്, VP ശശീന്ദ്രൻ, താങ്കൾ കൊട്ടിയൂർ കേസ് നടത്തിയിരുന്നല്ലോ. ആ കുട്ടിയുടെ കാര്യത്തിലൊക്കെ എന്തായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ്? കൊട്ടിയൂർ പീഡന കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല ശ്രദ്ധയോടുകൂടി തന്നെ നടത്തിയതാണ്. പക്ഷെ അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത്, അതായത് കുട്ടിയുടെ നിലപാട് മാറി. വിചാരണക്ക് രാവിലെ വരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ അടുത്തും എൻ്റെ അടുത്തും, അതെ, ബീനയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, ഞങ്ങളുടെ 2 പേരെടുത്തും വന്ന് ഇതേപോലെ മൊഴി കൊടുക്കുമെന്ന് പറയുന്ന കുട്ടിയാണ് കൂട്ടിൽ കയറിയ സമയത്ത് മാറുന്നത്. അതിനു മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടിയെ സാരി ഉടുപ്പിച്ച് കൊണ്ടെന്നാണെന്ന് മൊഴി കൊടുക്കുന്ന അല്ലല്ല, സംഭവം നടക്കുന്ന സമയം 17 വയസ്സ് പൂർത്തിയാവുന്നില്ല. വിചാരണയും ഏകദേശം 18 വയസ്സ് കഴിഞ്ഞു. റിമാൻഡിൽ തന്നെയാണ് വിചാരണ നടന്നിരിക്കുന്നത്.
അപ്പോൾ അതെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ല, അത് സാരി ഉടുത്ത് വന്നിട്ട് കുട്ടി അന്ന് സാരി എടുത്ത് വന്ന് കുട്ടി മാറുകയാണ്. കുട്ടി എന്താ മൊഴി മാറ്റി പറഞ്ഞത്? കുട്ടി പറയുന്നത് എനിക്ക് ഈ സമയത്ത് പിന്നെ പൂർണ്ണമായ വയസ്സെത്തിയിരുന്നു, ഞാൻ മേജറായിരുന്നു. ആ മേജർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തടസ്സമില്ലല്ലോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സം വരുന്നില്ലല്ലോ. അപ്പോൾ ആ മേജറായി എന്നുള്ള കണ്ടൻഷൻ കൊണ്ടുവന്നിട്ടാണ് അതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. പക്ഷെ അത് നമ്മൾ വിദഗ്ധമായി നമുക്ക് അന്ന് നമ്മൾ പ്രോസിക്യൂഷൻ എടുക്കാത്ത ഒരു ഡോക്യുമെൻ്റ് നമ്മൾ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരികയാണ്. ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവരാത്ത ഡോക്യുമെൻ്റ്, കാരണം ഇത് മേജർ അല്ല, ആ സമയത്ത് മൈനറാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ലൈവ് ബർത്ത് റിപ്പോർട്ട്. അത് ലൈവ് ബർത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡോക്ടർ ഈ മുറിയിൽ, പ്രസവ മുറിയിൽ നിന്ന് എഴുതിയിട്ട് ഈ പിന്നെ ആശുപത്രി മുനിസിപ്പാലിറ്റിയിലേക്ക് അയക്കുന്ന ഡോക്യുമെൻ്റാണ്. അത് നമ്മളെ ബർത്ത് രജിസ്റ്ററിൻ്റെ കൂടെ തുന്നിവെക്കുന്ന സാധനമാണ്. അപ്പം ഞാൻ ഈ പിന്നെ നമ്മളെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ട്. ആ കറക്ഷൻ്റെ മുകളിലാണ് ഡിഫൻസ് കേസ് പിടിച്ചത്. അതായത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ കറക്റ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഹാജരാക്കിയിരിക്കുന്നത്. അന്ന് മേജറായിരുന്നു എന്ന് പുറത്തിറങ്ങിയ ആ പിന്നെ രജിസ്റ്റർ ഓഫ് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥനോട് ചോദിക്കുമ്പോഴാണ് അയാൾ പറഞ്ഞത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈവ് ബർത്ത് റിപ്പോർട്ട്. അതെ, ആ സമയം തന്നെ സുനിൽ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ഞങ്ങൾ പേരാവൂർ CA കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിൽ അയക്കുകയും ആടെ വിസിറ്റേഷൻ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പിക്ക് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം അന്ന് അവിടെ നിന്നും ചിലപ്പോൾ ഇതിനകത്ത് തിരിമറി നടന്നു. എന്നിട്ട് കോടതിയിലേക്ക് വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഡോക്യുമെൻ്റ്. ആ ഡോക്ടറെ നമ്മൾ അഡീഷണൽ വിറ്റ്നസ് ആക്കുന്നു. അങ്ങനെയാണത്. ആ കേസിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക, അങ്ങനെ എന്തോ. അതെ, പിന്നീട് കല്യാണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആള് ജയിലിൽ തന്നെ. അതെ, 20 വർഷം ആയിട്ടുള്ള പീഡനത്തിൽ ശിക്ഷയിലേക്ക് മാറിയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, ആ കുട്ടി എങ്ങനെ മാറേണ്ട സാഹചര്യം എങ്ങനെയാണെന്നല്ലോ പഠിച്ചിരുന്നു. മാറാനുണ്ടായ സാഹചര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്കതിന് തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ തരത്തിലുള്ള പല സ്വാധീനങ്ങളും തന്നെയാണ്, യാതൊരു സംശയമില്ല. ഞങ്ങളും അന്നത്തെ CI ആയിരുന്ന ഇപ്പോഴത്തെ DVSP പ്രമോദും ഒക്കെ തന്നെ ഒരാഴ്ച മുമ്പ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നേരത്തെ വിശ്വനാഥൻ സാർ പറഞ്ഞതുപോലെയുള്ള ഒരവസ്ഥ തന്നെയാണ് ആ വീട്ടിലും ഉള്ളത്. അപ്പോൾ ആ വീട്ടിലേക്ക് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പോകുന്നത്, ആ വീടും പരിസരവും ഒക്കെ കാണാൻ വേണ്ടി. ആ കണ്ട സമയത്തും എല്ലാം കുട്ടി പറയുന്നത്, അതുപോലെ കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ എന്താണോ പോലീസിനോട് പറഞ്ഞത് അത് തന്നെയാണ് കോടതിയിൽ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് പ്രോസിക്യൂഷന്റെ ഒരു കഴിവായിരുന്നു. ലൈവ് ബർത്ത് റിപ്പോർട്ട് കൊണ്ടുവരലും അഡീഷണൽ ആയിട്ട് വിറ്റ്നസിനെ കൊണ്ടുവരും. കാരണം പോലീസ് നന്നായി അന്വേഷണം നടത്തി ചാർജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം അതിന് ഈ 2 സാധനങ്ങൾ, ഈ ലൈവ് ബർത്ത് റിപ്പോർട്ടും അതുപോലെ തന്നെ അഡീഷണൽ ഡോക്ടറുടെ മൊഴിയും ആണ് അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന, ആ ജഡ്ജ്മെന്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് അതാണ്. അത് വന്നില്ലെങ്കിൽ മറ്റേ ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്തതാണ് എന്നുള്ളതിന്റെ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഡിഫൻസ് രക്ഷപ്പെട്ടേക്കാം. ആ ഒറ്റ കടലാസിലാണ് നിങ്ങൾ പിടിച്ചത്. അത് ശരിക്കും കേരളം ഏറെ ശ്രദ്ധിച്ച ഒരു കേസാണ്. ശ്രീ വിശ്വനാഥൻ തുടങ്ങാം. ഈ 11 പ്രതികൾ അന്ന് ശിക്ഷിക്കപ്പെടുന്നത് അല്ലേ? കുറ്റപത്രം കൊടുത്ത് ഈ ഒരു പ്രതിയെ എങ്ങനെയാണ് ഗിവണപ്പ് ചെയ്യുക? അതെന്താണ്, കേസ് സെപ്പറേറ്റ് ചെയ്യണോ ചെയ്തതെന്ന്? അല്ല, ആ കേസ് കിട്ടിയായിരുന്നു, നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു. ഇല്ല, ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംഭവം കഴിഞ്ഞ പാട് അയാൾ ഗൾഫിൽ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് അറസ്റ്റ് ചെയ്യാൻ. അയാളുടെ റോൾ എന്തായിരുന്നു അന്ന്? അയാൾ 2 പ്രാവശ്യം എവിടെ വെച്ചിട്ട് അയാൾ പറശ്ശിനിക്കടവായിരുന്നു ഇത് പ്രധാന കേന്ദ്രം. ആ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം അയാൾ റിസോർട്ടിൽ കൊണ്ടുപോയിരുന്നു, ആ പീഡിപ്പിച്ചിരുന്നു. ആ പ്രതിക്ക് അന്ന് എത്ര വയസ്സുണ്ടാവും? അന്ന് 24 വയസ്സായിരുന്നു. അപ്പോൾ ആ പ്രതിനെ അന്ന് അബ്സ്കോണ്ടിങ് ആയിട്ട് പോയി. അബ്സ്കോണ്ടിങ്ങിൽ തന്നെ നമ്മൾ ചാർജ് ഷീറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ആ പ്രതി തിരിച്ചു വന്ന സമയത്ത് ഇവിടുന്ന് അറസ്റ്റ് ചെയ്യുകയും നേരെ കോടതി പിന്നെ വിചാരണ നടപടികൾ വീണ്ടും തലശ്ശേരി തന്നെ. നിങ്ങളിപ്പോൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു? ഈ പ്രതി വരുന്നത് ഞാൻ കുറേ പ്രാവശ്യം ഇരട്ടി DYSPമാർ, എൻ്റെ ബാച്ചിലെ DYSPമാർ വരുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു അതെന്താണ് അവനെ പിടിക്കാത്ത എന്താണ്. ഈ കേസ് വിട്ടിട്ടില്ല. ഇല്ലായിരുന്നു. എൻ്റെ ബാച്ചിലെ DYSPമാരോടൊക്കെ ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുമായിരുന്നു. അത് അവര് കൃത്യമായി വിവരം തരും. ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു. ശ്രീ ബാലൻ സാർ അത് അന്വേഷിക്കലുണ്ടായിരുന്നു ആ സമയത്ത്? ഈ 12ാം പ്രതിയെ സൗദിയിലേക്കാണ് രക്ഷപ്പെട്ടു. പിന്നെ ഈ കേസിന്റെ വിവരം അറിഞ്ഞോടുകൂടി പിന്നെ അയാൾ ഇങ്ങോട്ട് വന്നില്ല. അയാൾക്കറിയാം. കാരണം മറ്റേ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് മാത്രമല്ല, ഹൈക്കോടതിയിൽ എത്രയും പെട്ടെന്ന് അത് അപ്പീൽ പോയി. അപ്പീലിലും സെഷൻസ് കോർട്ടിൻ്റെ ശിക്ഷ ശരിവെക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ.
കാരണം പിന്നെ കസ്റ്റഡിയിലുള്ള പ്രതികളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെയും പിന്നെ അപ്പീലെടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെതായ ലെവലിലുള്ളതായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രതികളെ കുറിച്ചിട്ടുള്ള പ്രതി എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾ പിന്നീട് വന്നത് ആദ്യമായിട്ട് 24-ലാണ്. അതുവരെ അയാൾ ഒളിഞ്ഞു നടക്കുമായിരുന്നു. ഒളിഞ്ഞു നടക്കുക ഈ അയാൾക്കറിയാം വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്നറിയാം. ഇപ്പോൾ പെട്ടു. ഈ മകളെ പഠനം ഈ നിങ്ങളിപ്പോൾ മകളായി അംഗീകരിച്ച് മോളേന്ന് ഫീഡ് ചെയ്തിരിക്കുകയാണല്ലോ, കൊണ്ട് നടക്കുക സ്വന്തം മകളെ പോലെ. അപ്പോൾ അവൾ LLB വരെ പഠിക്കാനുള്ള ഒരു അവസരങ്ങൾ എങ്ങനെ ലിങ്ക് ചെയ്തു വന്നത്? ഇത് എവിടെയും വെച്ച് വേണമെങ്കിൽ മുറിയാതെ എവിടെയെങ്കിലുമൊക്കെ മുറിഞ്ഞ് ട്രാക്ക് മാറിപ്പോകാവുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ട്. എങ്ങനെയാണത്? ഇപ്പം മുൻ പ്രോസിക്യൂട്ടർ പറഞ്ഞ കേട്ടില്ലേ, ആ കുട്ടി വിവാഹം കഴിക്കാൻ വരെ തയ്യാറായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞതുപോലെ എവിടെയും മുറിയാതെ ഈ കുട്ടിയെ ഈ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന രീതിയിൽ വളർത്തിക്കൊണ്ട് വരുമ്പോൾ LLB വരെ എത്താനുള്ള എങ്ങനെയാണ് ക്രമീകരിച്ചത്? അതിൽ ഞാൻ മാത്രമല്ല, മഹിളാ സംഖ്യാനിലെ 1-2 ഉദ്യോഗസ്ഥരുള്ള, അവരുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, 1-2 പേര് ഉണ്ട്. അവർക്കും അതിൽ നല്ല റോളുണ്ട്. ഈ കുട്ടിയെ അവിടെ അവരുടെ സ്വന്തം അനിയത്തിയെ പോലെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള കുട്ടിയെ പോലെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി അന്ന് 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ പഠനമൊക്കെ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് പഠിച്ചു. അതിൻ്റെ +2 കഴിഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ ഇടയ്ക്ക് ഞാൻ ഈ മഹിളാ സംഖ്യാനിൽ പോകുന്ന സമയത്ത് മോളെ കാണും. പിന്നെ പലഹാരങ്ങളെല്ലാം കൊണ്ടുപോകും. പിന്നെ അപ്പോൾ കുട്ടി പറയും, പപ്പ ഇത്രയും പലഹാരം കൊണ്ടുവന്നാൽ പോരാ, കുറച്ചുകൂടി ജാസ്തി കൊണ്ടുവരണം. എന്തായെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൊടുക്കേണ്ടതേ. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സാണ് ആ കുട്ടിയൊക്കെ. ഒരു സിവിൽ സർവീസ് ലെവലിലോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമുള്ളതായ ഒരു ഉദ്യോഗസ്ഥയോ ആയിക്കഴിഞ്ഞു വെച്ചാൽ ഈ നാട്ടിന് തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും, സംശയമില്ല. ഈ കൂടുതൽ കൊണ്ടുവരുന്നത് LLBക്ക് ചേരാൻ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഈ വക്കീൽമാരെന്നുള്ളതായ ഒരു അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് വക്കീലാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻട്രൻസ് എഴുതുന്നു പറഞ്ഞു. എൻട്രൻസ് എഴുതിയ സമയത്ത് ആ കുട്ടി കിട്ടി, മെറിറ്റിൽ തന്നെ കിട്ടി. പിന്നെ ഇവിടെ പൂത്തോട്ട SN ലോ കോളേജിൽ കിട്ടി. അവിടുന്ന് പഠിച്ചു. അവിടുന്ന് ഫസ്റ്റ് ഇയറിൽ കുറച്ച് ബുദ്ധിമുട്ട് ആ കുട്ടിക്കുണ്ടായി. കാരണം ഫസ്റ്റ് സെമിസ്റ്ററിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. പിന്നെ 2ാമത്തെ സെമിസ്റ്റർ മുതൽ വളരെ പ്രോമിസിങ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആ കുട്ടിയുടെ വേറൊരു പ്രത്യേകത, ഹൈലി സെക്കുലറാണ്. ഒരു ഇതുമില്ല. പിന്നെ ആ തരത്തിലുള്ളതായ ഒരു ചിന്താഗതിയാണ്. ഇത്രയും നല്ല ശുദ്ധമായ ഒരു മനസ്സിലൊരു പെൺകുട്ടിയെ കാണാൻ വലിയ പ്രയാസം. ഞാൻ എൻ്റെ മോളായതുകൊണ്ട് പറയില്ല കേട്ടോ. ഈ ഉമ്മയും മക്കളൊക്കെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വളരെ യോജിപ്പിലാണ്. ആ കുടുംബത്തിന് വേണ്ടിയാണ് കുട്ടി ഇപ്പോഴും ഈ രീതിയിലൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഓഫർ കൊടുത്തതെന്ന് വെച്ചാൽ നീ LLB പ്രാക്ടീസ് ചെയ്യണം, LLB എടുത്തിട്ട് പ്രാക്ടീസ് തുടങ്ങണം. ഇപ്പം പെരിന്തൽമണ്ണയിൽ ഒരു വനിതാ കമ്മീഷൻ്റെ തന്നെ ഒരു ഓഫീസിൽ ഇപ്പോൾ വർക്ക് ചെയ്താണ്. ഈ ഇതുണ്ടല്ലോ മറ്റേ ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഡേ കെയർ തന്നെ സഖി അതിലിങ്ങനെ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ട് ടൈം അല്ല, ടെമ്പററി പോസ്റ്റ്. വനിതാ കമ്മീഷന്റെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ടാ കുട്ടി ആളുകളുമായി കാര്യങ്ങൾ ഷെയർ ചെയ്ത് സംഭവങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അത് രസമുണ്ടായിരുന്നു. അന്ന് ഈ വനിതാ കമ്മീഷൻ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ തന്നെ അന്ന് പേരാവൂർ MLA ആയിരുന്നു ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറും ഈ കുട്ടിക്ക് വളരെയധികം മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ഈ കുട്ടിയും കൂട്ടി പിന്നെ ശൈലജ ടീച്ചർ അടുത്ത് ചെന്ന സമയത്ത് ഞാൻ ശൈലജ ടീച്ചറോട് ചോദിച്ചു, ഇവളെ പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞ വാക്കാണ്, അവളെ പരിചയമുണ്ടോന്നോ, അവളുടെ കൈ പിടിക്കുമ്പോഴൊക്കെ നമുക്ക് ശക്തി കിട്ടുന്നത്, അവളുടെ കൈ പിടിക്കുമ്പോഴല്ലേ നമുക്ക് ശക്തി ലഭിക്കുന്നതെന്നുള്ളതായ ഒരു വാക്കായിരുന്നു. ശൈലജ ടീച്ചറും വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. അന്ന് അവർ പേരാവൂർ MLA ആണ്. പിന്നെ ഈ മന്ത്രിയായതിനു ശേഷവും ആ കുട്ടിയെ കാണാറുണ്ട്, ആ കുട്ടി അങ്ങോട്ട് പോയി കാണാറുണ്ട്. പല രീതിയിലും സൗഹൃദം ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വിശ്വനാഥൻ, ഈ പ്രതി മരിച്ചില്ലേ, ഈ പ്രധാന പ്രതി പിതാവിനെ കാണുമ്പോഴൊക്കെ പിതാവ് എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ? പറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നെ മദ്യമാണ് ഈ ലെവലിലെത്തി, അങ്ങനെ എന്തെങ്കിലും പറയാനില്ല? അങ്ങനെ പറയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റഡിയിൽ പിന്നെ റിമാൻഡ് ചെയ്യുകയല്ലേ ചെയ്ത്. പിന്നെ എനിക്ക് കാണാൻ ശിക്ഷിച്ചതിന് ശേഷമാണോ ഇയാൾ മരിക്കുന്നത്? ശിക്ഷിച്ച് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങി ആ സമയത്താണ് സൂയിസൈഡ് ചെയ്തത്. വേറൊരു പ്രതിയും ഇതേപോലെ കുറ്റബോധത്താൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. 2 പ്രതികളെ ജീവനൊടുക്കിയിട്ടുണ്ട്. 12 ഈ 12 ആ 2 പ്രതികളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താ?
അത് ജീവനൊടുക്കിയ 2 പേര്. ആദ്യത്തെ ഉപ്പയാണല്ലോ, ഉപ്പയാണ്. രണ്ടാമത്തെ പ്രതിയും ഇതിന്റെ കുറ്റബോധം വന്നിട്ടുണ്ട്. സമൂഹത്തിൽ അയാളുടെ നിലയും വിലയും ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ആ നിലയും വിലയും പോയപ്പോൾ ഉള്ള കുറ്റബോധമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഈ പ്രതികളുടെ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പഠിച്ച ഈ പ്രതികളെല്ലാം മാരീഡ് ആയിരുന്നു ശരിക്കും? പ്രതികൾ കൂടുതൽ പേരും മാരീഡ് അല്ലായിരുന്നു. അവർ പിന്നീട് കല്യാണം കഴിച്ചോ? അതിനെക്കുറിച്ച് അറിയില്ല. പ്രതികളെല്ലാം ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയോ ആരെങ്കിലും? എല്ലാവരും ഇവൻ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇവനെ ഇപ്പൊ ശിക്ഷിച്ചല്ലോ. ഇവനിപ്പോ ശിക്ഷിച്ചല്ലോ, ബാക്കി എല്ലാവരും ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി. ഇവന് 15 വർഷവും പിന്നെ 1.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷിച്ചത്. പക്ഷേ ടോട്ടൽ ശിക്ഷയാണോ കൺകറന്റ് വരുമ്പോൾ? ഇല്ല, ടോട്ടൽ ശിക്ഷ. ആദ്യത്തെ പ്രതികൾക്ക് ടോട്ടൽ കിട്ടിയ ശിക്ഷ? ആദ്യത്തെ പ്രതികൾക്കെല്ലാം 5 വർഷമായിരുന്നു. ഒന്നാം പ്രതിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. പി ശശീന്ദ്രൻ അങ്ങനെ കുറഞ്ഞു പോയ ശിക്ഷ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു 60-70 വർഷമൊക്കെ ശിക്ഷ വരണ്ടല്ല. ഈ ആക്ടുകളില്ല. അല്ല, ഇന്നത്തെ കാലം ഈ 60-70 വരുന്നത് ഒന്ന് ഈ പോക്സോ നിയമത്തിന്റെ ബലത്തിലാണ്. 2013 നമ്മൾ IPC ഇത്തരം കേസുകൾ അമെൻഡ് ചെയ്തല്ലോ. അതിന്റെ പണിഷ്മെന്റും കാര്യങ്ങളും കൂട്ടി ഇവർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടി. അല്ല, ആ സമയത്ത് അതെ ആ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. പുതിയ അമെൻമെന്റിന് ശേഷമുള്ള ശിക്ഷയല്ല ഇപ്പം കൊടുത്തിരിക്കുന്നത്. അല്ല അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അന്നത്തെ വകുപ്പിൽ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊടുത്തു. ശിക്ഷയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അതെ. പിന്നെ ഇതിലൊന്ന് പറയുമ്പോൾ ഇപ്പോൾ വിശ്വനാഥ് സാറ് സൂചിപ്പിച്ച പ്രതികൾ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ആത്മഹത്യ ചെയ്യപ്പെട്ടു. ഞാനിപ്പോൾ ഞാൻ 2 ഇതുപോലുള്ള കേസുകളിൽ പ്രതികളെ കണ്ടിട്ടുണ്ട്. അവസാനം വിധി പറയാനാവുന്ന സമയത്ത് അവർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഒന്നൊരു 8ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ, പോക്സോ നിയമത്തിന് മുമ്പുള്ളതാണ്, അഡീഷണൽ ജില്ലാ കോടതിയിൽ 1ാം കോടതിയിൽ ഞാൻ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ അയാൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ഒന്ന് മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കേസുണ്ട്. ഒരു ബന്ധു, അദ്ദേഹവും അവസാന ഘട്ടത്തിൽ DNA എവിഡൻസും കൂടി വന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സർവൈവറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പ്രോസിക്യൂഷൻ നടത്തിയാലും ഈ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷവാന്മാരാണ് എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെയാണ് അതിന്റെ. ഇനി ശ്രീ ബാലകൃഷ്ണൻ, നിങ്ങൾ ഈ മോളെ കാര്യത്തിൽ ഇനിയുള്ള സ്വപ്നങ്ങൾ എന്താ? അവളുടെ ഭാവി അവൾ ആലോചിക്കുന്നത് എന്താണ്? സിവിൽ സർവീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? സിവിൽ സർവീസ് കണ്ടിന്യൂനായിട്ട് അവൾക്കിപ്പോൾ കഴിയില്ല. കാരണം കുറേ ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ പ്രശ്നമുണ്ട്. രണ്ടാമതായിട്ട് ഇപ്പോൾ കുടുംബത്തിനെ കുറച്ച് ഓൾമോസ്റ്റ് സേഫായി കഴിഞ്ഞു. ഇപ്പോൾ വീടൊക്കെ ആയി കഴിഞ്ഞു. വയനാട്ടിൽ വീടൊക്കെ വെച്ച് റെഡിയാക്കുന്നുണ്ട്. ഇനി പ്രാക്ടീസ് തുടങ്ങും. വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അത് ഇപ്പോൾ ആ കുട്ടി ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ വിവാഹം അവൾക്ക് ആവശ്യമാണെന്ന് തന്നത്. പക്ഷേ പിതാവിന്റെ സ്ഥാനത്ത് നിന്നൊരു വരനെ കണ്ടെത്തണ്ടേ? ഷുവർ, ഞാൻ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവൾക്കിപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ 28 ഉണ്ടാവില്ലേ? 29 വയസ്സ്. അപ്പോൾ കല്യാണത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പപ്പ ഞാൻ പറയും ആ സമയത്ത് മതി എന്നിങ്ങനെ പറയാറുണ്ട്. നിർബന്ധിക്കുന്നത് ശരിയല്ല. അവളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കറിയില്ല, ഉള്ളിലുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് വിവാഹം കഴിക്കണം, അതിനുള്ള കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും അവളുടെ വിവാഹത്തിന് നമുക്ക് ഒത്തുചേരാൻ പറ്റുമെന്ന് വിചാരിക്കാം. വിശ്വാൻ ഈ കണ്ടിരുന്നോ പിന്നെ അടുത്തെങ്ങാനും മോളെ? ഇല്ല, ഞാൻ ഒരു കോഴ്സിന് തിരുവനന്തപുരത്ത് പോയപ്പോൾ ആണ് പിന്നീട് 2008 ശേഷം കണ്ടത്. അത് 2015-16 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാനൊരു കോഴ്സിന്, പോലീസിൻ്റെ ഇൻ സർവീസ് കോഴ്സായിരുന്നു. പക്ഷേ പോലീസ് മാത്രമല്ല, മറ്റ് പല പ്രൊബേഷൻ ഓഫീസേഴ്സും എല്ലാം കൂടിയുള്ള ഒരു കോഴ്സിന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. വളരെ കൂളായിട്ട് കുടുംബത്തിന് ആദ്യത്തെ 1000 രൂപ പട്ടിണി കണ്ടു കൊടുത്ത ഉദ്യോഗസ്ഥനാണ്. എന്തായാലും എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ 5 ദിവസത്തെ കോഴ്സായിരുന്നു. 5 ദിവസം അവിടെ താമസിച്ച് ഞങ്ങൾ ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. താങ്കൾ ഈ കൊട്ടിയൂർ കേസിലേക്ക് ആ പെൺകുട്ടിയെ പിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. പ്രയാസവും വിഷമവും ഉണ്ടായിരുന്ന ഒരു കേസാണല്ലോ, അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി പ്രയാസം ഉണ്ടായാലും അൾട്ടിമേറ്റ് നിങ്ങൾ വിജയിച്ചല്ലോ. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, നമ്മൾ എന്തിനാണ് ഈ എപ്പിസോഡ് ഇങ്ങനെ ചർച്ച ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിൽ ഇങ്ങനെ കുറേ നല്ല മനുഷ്യർ ഇങ്ങനെ ഇത്തരം ചതിക്കുഴിയിൽപ്പെടുന്ന കുട്ടികളെ, മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കാനുണ്ട് എന്നുള്ളത് നൽകുന്ന സൂചനകൾ ചെറുതല്ല. നമ്മൾ വളരെ ക്രൂരമായ രീതിയിലാണ് ഈ മക്കളൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കപ്പെടുന്നത്. അത് അച്ഛൻ, ആരാണ് അച്ഛൻ, അല്ലെങ്കിൽ അമ്മാവൻ, അയൽവാസി
തൊട്ടടുത്ത ബന്ധുക്കളൊക്കെ ഈ കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് തോന്നും ഇന്ന് സാഹചര്യങ്ങൾ ഒത്തിരിയാണ്. കാരണം സ്കൂളിൽ ചെന്ന കൗൺസിലിങ്, ചില നിരപരാധികൾ കെണിയുന്ന കേസുകൾ വരുന്നത് തന്നെ ഇതിനകത്ത് പല രീതിയിലും ഇത് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് അതല്ല. ഇത് പറയാനൊന്നും എവിടെയും ഒരു റോളില്ല. ഇത് ജനങ്ങൾ തടഞ്ഞു വെച്ചതുകൊണ്ട് ആ മോൾക്ക് സ്റ്റേഷനിലെത്താൻ പറ്റി. സ്റ്റേഷനിലെത്തിയത് കൊണ്ട് നല്ല കുറേ പോലീസ് ഉദ്യോഗസ്ഥർ അവളെ ചേർത്ത് പിടിച്ചു മകളെപ്പോലെ. അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. ഇന്ന് റോൾ മോഡലായി അവൾ മാറിയിരിക്കുന്നു. ശൈല ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഇവളുടെ കയ്യിൽ പിടിക്കുമ്പോഴാണ് നമുക്ക് ബലം കിട്ടുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കരുത്തുണ്ട്. കാരണം തലശ്ശേരി ജില്ലാ കോടതിയുടെ മുന്നിലെ സെന്റിനറി പാർക്കിൽ വെച്ച് ബാലകൃഷ്ണൻ എന്ന ഈ ഓഫീസർ ആ മോളെ ചേർത്ത് പിടിച്ചിട്ട് കൊടുത്ത ഒരു കരുത്തുണ്ട്. രാവിലെ അവൾ ബോധം കെട്ട് വീണു. ഉച്ച കഴിഞ്ഞ് അവളൊരു കോഴിയെപ്പോലെ, കോഴി അംഗത്തിന് കോഴികൾ ഏറ്റുമുട്ടുന്നത് പോലെ നിയമത്തിന് മുന്നിൽ അവൾ പോരാടി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ മുന്നിൽ വരുന്ന ഈ മരിക്കുന്നവരെ കുറിച്ചൊക്കെ ആലോചിക്കണം. തൂങ്ങി മരിക്കുക, പിതാവ് ഉൾപ്പെടെയുള്ള പ്രതികൾ ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് കടക്കും മുമ്പ് ഇത് ചെയ്യാൻ പോകുന്നവരും ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് രക്ഷയുണ്ടാകില്ല. നിയമത്തിൻ്റെ, പ്രകൃതിയുടെ, ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ നേരെ വരും എന്ന കാര്യത്തിൽ ഈ 3 പേരും പറഞ്ഞ അനുഭവങ്ങൾ തന്നെയാണ് സാക്ഷ്യം. അത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നേർരേഖയുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.